ദിശ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളർച്ചയും വികാസവും എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, വളർച്ച, വികാസം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ നല്ല രീതിയിലുള്ള വ്യവഹാര പരിവർത്തനങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അല്ലേ. അതായത് ഒരു കുട്ടിയെ നല്ല ഒരു കുട്ടിയായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ വളർച്ച എന്താണ്, വികാസം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും പ്രാധാന്യം നൽകേണ്ടത് വികാസ തലങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ വിവിധ തലങ്ങളിലുള്ള വികാസത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളർച്ച എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വികാസം എന്ന് പറയുമ്പോൾ വളർന്നു, വികസിച്ചു, ഇത് രണ്ടും നമ്മൾ ഒരേ ഒരു സമാനാർത്ഥത്തിലാണ് പല ഇടങ്ങളിലും ഉപയോഗിക്കാറ് അല്ലേ. പല സ്ഥലങ്ങളിലും നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത് വളർന്നു, ഒരു കുട്ടി വളർന്നു, അല്ലെങ്കിൽ ഒരു വസ്തു വളർന്നു, വളർച്ച സംഭവിച്ചു, അല്ലെങ്കിൽ വികസിച്ചു എന്നൊക്കെ പറയുമ്പോൾ രണ്ടും ഒരുപോലെയാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് രണ്ടും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വളർച്ച എന്ന് ചോദിച്ചാൽ, വളർച്ച എന്ന് പറഞ്ഞാൽ ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഘടനാപരവും ശാരീരികപരവുമായിട്ടുള്ള മാറ്റമാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടനാപരം അല്ലേ, ഘടനാപരവും ശാരീരികപരവും. അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഘടനയുടെ മാറ്റം അല്ലേ, അതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. എന്നാൽ വികസനം എന്ന് പറഞ്ഞാലോ, വികസനം അല്ലെങ്കിൽ വികാസം എന്ന് പറഞ്ഞാൽ ഈ വളർച്ചയോടൊപ്പം നമ്മുടെ വളർച്ച സംഭവിക്കുന്നതിൻ്റെ കൂടെ തന്നെ വളർച്ചയും വികാസത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ വളർച്ച സംഭവിക്കുന്നതിൻ്റെ കൂടെ വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഓക്കെ, അപ്പോൾ വളർച്ച എന്ന് പറഞ്ഞാൽ ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഘടനാപരവും ശാരീരികപരവുമായ മാറ്റത്തിനെയാണ് നമ്മൾ വളർച്ച എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ വളർച്ചയോടൊപ്പം തൻ്റെ പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യക്തിയിൽ, കുട്ടിയിൽ വ്യത്യസ്തമായ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അഥവാ മൊത്തത്തിലുള്ള ഒരു മാറ്റത്തിനെയാണ് നമ്മൾ വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളർച്ച, വികാസം ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് വികാസ തലങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ വികാസം സംഭവിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു മാറ്റമാണ്. അപ്പോൾ അതായത് പഠനത്തിലൂടെ മാറ്റമാണ് ഒരു വ്യക്തിയിൽ, പഠനത്തിലൂടെ മാത്രമാണോ ഒരു വ്യക്തിയിൽ മാറ്റം സംഭവിക്കുന്നത്? അല്ല അല്ലേ. പഠനത്തിലൂടെ മാത്രമല്ല, നമ്മുടെ ശാരീരികപരമായ വളർച്ചയിലൂടെയും വികാസത്തിലൂടെയും ഒരു വ്യക്തിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളർച്ച എന്ന് പറഞ്ഞാൽ ശാരീരികവും ഘടനാപരവുമായ മാറ്റം, അഥവാ ഉയരം കൂടുക, പൊക്കം, വണ്ണം, തടി, ഇതൊക്കെ എന്താണ്? വളർച്ചയാണെന്ന് പറയാം. എന്നാൽ വികാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ വളർച്ചയോടൊപ്പം നമ്മുടെ അതായത് ഒരു കുട്ടിയുടെ വ്യവഹാരത്തിൽ വന്നു ചേരുന്ന അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മാനസികപരമായിട്ടുള്ള കഴിവുകളിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ വികാസം എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ആ കുട്ടിയുടെ വിരലുകളുടെ, കൈകളുടെയൊക്കെ നീളം വർദ്ധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് വളർച്ച എന്ന് പറയാം. എന്നാൽ ഇതോടൊപ്പം, അതായത് കൈകൾ വളരുന്നു, വിരലുകൾ വളരുന്നു, ഇതോടൊപ്പം കുട്ടി പല രീതിയിൽ ഈ വിരലുകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തൻ്റെ വിരലുകളെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ, വ്യത്യസ്തമായ രീതിയിലൂടെ ചലിപ്പിക്കാൻ കുട്ടി പഠിക്കുന്നുണ്ടല്ലേ. ഇതിനെ വികാസമായിട്ട് പറയാം. അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് വികാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വളർച്ചയിലൂടെയും വികസനത്തിലൂടെയും വ്യക്തിയിൽ മാറ്റം സംഭവിക്കുന്നു. ഇനി ഏതൊക്കെ മേഖലകളിലാണ് അഥവാ ഏതൊക്കെ സോണുകളിലാണ് ഒരു കുട്ടിയിൽ വികാസം സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കുട്ടിയിൽ വികാസം നടക്കുന്നത് ഈ തലങ്ങളിലൂടെയാണ്, അഥവാ ഈ മേഖലകളിലൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വികാസം സംഭവിക്കുന്നുണ്ട്. വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഘടനാപരവും അഥവാ ശാരീരികപരമായിട്ടുള്ള ഒരു വളർച്ചയാണ് അല്ലേ. ശരീരത്തിന് നീളം കൂടുക, വണ്ണം വെക്കുക, ഇതൊക്കെയാണ് അല്ലേ. വെയിറ്റൊക്കെ വർദ്ധിക്കുക, ഇതൊക്കെ എന്താണ്? ശാരീരിക വികാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. എന്നാൽ ഇവിടെ
നമ്മുടെ വികാസത്തിൻ്റെ തലങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിവിധ മേഖല, വികാസത്തിൽ വ്യത്യസ്തമായ മേഖലകളുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ശാരീരികപരമായിട്ടുള്ള വളർച്ചയും വികാസത്തിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ മേഖലകളിലൂടെയാണ് വികാസം സംഭവിക്കുന്നത്? ശാരീരിക ചാലക വികാസം അഥവാ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് വൺ, വൈജ്ഞാനികപരമായിട്ടുള്ള വികാസം സംഭവിക്കുന്നുണ്ട് ഒരു കുട്ടിയിൽ. വൈജ്ഞാനികപരമായിട്ടുള്ള അഥവാ ബൗദ്ധികപരമായിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. തേർഡ് വൺ, വൈകാരിക വികാസമാണ് അല്ലേ. വൈകാരികപരമായിട്ടുള്ള വികാസം കുട്ടികളിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ, അഥവാ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. സാമൂഹികപരമായിട്ടുള്ള വികാസം സംഭവിക്കുന്നുണ്ട് അല്ലേ. സോഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹിക വികാസത്തിൻ്റെ ഭാഗമാണത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സാൻമാർഗിക വികാസം. സാൻമാർഗിക വികാസം എന്ന് പറഞ്ഞാൽ എന്താ? മോറൽ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളിൽ വികാസം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള വികാസം സംഭവിക്കുന്നുണ്ട്. ഭാഷാ വികാസം, അപ്പോൾ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് സംസാരിക്കുന്നതിന് കാരണം എന്താ? നമ്മൾ ഭാഷാ വികാസം, കുട്ടികളിൽ ഭാഷാ വികാസം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മുടെ വികാസത്തിൻ്റെ തലങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയും തലങ്ങളാണ്. ശാരീരികപരമായിട്ട് വികസിക്കുന്നു, വൈജ്ഞാനികപരമായിട്ട് വികസിക്കുന്നു, വൈകാരികപരമായിട്ട് വികസിക്കുന്നു, സാമൂഹിക, സാൻമാർഗിക, ഭാഷാപരവുമായിട്ടൊക്കെ നമ്മളിൽ വികാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വികാസ മേഖലകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവയുമായി ബന്ധപ്പെട്ട് ധാരാളം സിദ്ധാന്തങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാരീരിക ചാലക വികാസത്തെക്കുറിച്ചാണ്. ശാരീരിക ചാലക വികാസം എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള അഥവാ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ട് അല്ലേ. ആന്തരികമായും ബാഹ്യമായും ഒരു വ്യക്തിയുടെ ശരീരത്തിനുണ്ടാവുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ശാരീരിക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശാരീരിക വികാസം എന്ന് പറഞ്ഞാൽ എന്താ? ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയുടെ ആന്തരികമായും ബാഹ്യമായും ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ ശാരീരിക വികാസം എന്ന് വിളിക്കുന്നത് അല്ലേ. ഉദാഹരണമായിട്ട് നമുക്ക് ഉയരം, ഭാരം, വിവിധ നമ്മുടെ ശരീരാവയവങ്ങളുടെ അനുപാതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ ശാരീരിക വികാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആന്തരികപരമായിട്ട് ധാരാളം വളർച്ച സംഭവിക്കുന്നുണ്ടല്ലേ. അഥവാ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അഥവാ പ്രത്യുൽപാദന വ്യവസ്ഥ, അതുപോലെ നമ്മുടെ നാഡീവ്യൂഹം, ഇതിലൊക്കെ വളർച്ച സംഭവിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെയുള്ള വളർച്ച, ശാരീരികപരമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള വളർച്ച, അതിനെയാണ് നമ്മൾ ശാരീരിക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻറ്റേർണൽ ഓർഗൻസും അതുപോലെ ബാഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ അത് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വളർച്ച കൃത്യമായിട്ട് നിരീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ശാരീരിക വികാസം അഥവാ കുട്ടികളുടെ, മനുഷ്യൻ്റെ വികാസത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ എലിസബത്ത് ഹുർലോക്ക്. ആരാണ്? ഡോക്ടർ എലിസബത്ത് ഹുർലോക്ക്. അപ്പോൾ ഓർത്ത് വെക്കുക, പേര് ഓർത്ത് വെക്കുക, ഡോക്ടർ എലിസബത്ത് ഹുർലോക്ക് ആണ് മനുഷ്യരുടെ വികാസത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഡെവലപ്മെൻ്റൽ സൈക്കോളജി, വികാസ മനഃശാസ്ത്രം എന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഡെവലപ്മെൻ്റൽ സൈക്കോളജി, എ ലൈഫ് സ്പാൻ അപ്രോച്ച്. അപ്പോൾ എലിസബത്ത് ഹുർലോക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി അദ്ദേഹം ശാരീരിക വികാസവുമായി അല്ലെങ്കിൽ മനുഷ്യൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എലിസബത്ത് ഹുർലോക്ക്. അദ്ദേഹം വിവിധ മേഖലകളിലുള്ള വികാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, മനുഷ്യൻ്റെ വിവിധ മേഖലയിലുള്ള വികാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി, എ ലൈഫ് സ്പാൻ അപ്രോച്ച് എന്നുള്ളത്. അതുപോലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന, ശിശു വികാസം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ ശാരീരിക വികാസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ശാരീരിക വികാസം എന്ന് പറഞ്ഞാൽ ആന്തരികമായും ബാഹ്യമായും ഒരു വ്യക്തിയുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ ശാരീരിക വികാസം. ഉയരം, പൊക്കം, നീളം, തടി എന്നിവയുള്ള അല്ലേ, ഇതിൻ്റെ വർധനവിനെയാണ് നമ്മൾ വളർച്ച എന്നതുകൊണ്ട്, ശാരീരിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ,
ചാലക വികാസമാണ് അല്ലേ. ഇതിൽ തന്നെ ചാലക വികാസം ഉണ്ട് അല്ലേ. ചാലക വികാസം എന്ന് പറഞ്ഞാൽ എന്താ? ചാലകപരമായിട്ട് മോട്ടോർ മൂവ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ വികാസത്തോടൊപ്പം, ശരീരത്തിൻ്റെ വളർച്ചയോടൊപ്പം നമ്മുടെ ശരീരത്തെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. വ്യത്യസ്തമായ ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വികാസത്തിനെയാണ് നമ്മൾ ചാലക വികാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരാവയവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാൻ, അതിനെ ഏകോപിപ്പിക്കാൻ നമ്മൾ പഠിക്കുന്നു. ഒരു കുട്ടി പഠിക്കുന്നു, അതിനെയാണ് നമ്മൾ ചാലക വികാസം, ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വികാസം, വളർച്ച, അതിനെയാണ് നമ്മൾ ചാലക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ചാലക വികാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തത്വങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തത്വങ്ങൾ. ഓക്കെ, അപ്പോൾ ചാലക വികാസ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ചാലക വികാസ തത്വം ഏത് എന്നൊക്കെ ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട ചാലക വികാസ തത്വങ്ങളാണ് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന പ്രവണത, ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് അഥവാ സെഫലോകോഡൽ സീക്വൻസ് എന്ന് പറയും, അക്ഷത്തിൽ നിന്ന് പാർശ്വത്തിലേക്ക് പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് എന്ന് പറയും. ഓക്കെ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളർച്ചാ വികാസം എന്ന ഭാഗത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ, പക്ഷേ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഭാഗത്തു നിന്നൊന്നും അധികം ചോദ്യം വരാം. അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് വളർച്ച എന്താണ്, വികസനം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു ഭാഗത്ത് നിന്ന് കേറ്റഡ് എക്സാമുകളിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ LP UP അസിസ്റ്റൻ്റ് എക്സാമിന് അങ്ങനെ അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടുവരാറില്ല. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ചാലക വികാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 തത്വങ്ങളാണ് ഈ പറയുന്നവ. അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അഥവാ മൊത്തമായ പേശികളിൽ നിന്ന് പ്രത്യേക പേശികളിലേക്ക് എന്ന ക്രമം. ഓക്കെ, മൊത്തമായ പേശികളിൽ നിന്ന് പ്രത്യേകമായ പേശികളിലേക്ക്, അഥവാ നമ്മൾ വളർച്ചയുടെ സവിശേഷതകളെക്കുറിച്ച് മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്നൊരു ക്രമം അല്ലേ. അതായത് ആദ്യകാലങ്ങളിൽ കുട്ടികളിൽ വളർച്ച സംഭവിക്കുന്നത് അഥവാ ചാലകപരമായിട്ടുള്ള കഴിവുകൾ വികസിക്കുന്നത് ആദ്യം എങ്ങനെയായിരിക്കും? കുട്ടികൾ മൊത്തത്തിലായിട്ട് തൻ്റെ ശരീരം ചലിപ്പിച്ചുകൊണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടി മൊത്തത്തിൽ തൻ്റെ ശരീരം ചലിപ്പിച്ചുകൊണ്ടായിരിക്കും കുട്ടികളിൽ വികാസം സംഭവിക്കുന്നത് അല്ലേ. പിന്നീട് കുട്ടി എന്ത് ചെയ്യുന്നു? വളരുന്നതിനനുസരിച്ച് കുട്ടിയുടെ ചാലക പ്രവണതകൾ മാറ്റം സംഭവിക്കുന്നു. പിന്നീട് ഒരു വസ്തു വേണം എന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? കൈ ഉപയോഗിച്ച് ചൂണ്ടിക്കാണിക്കുന്നു അല്ലേ. ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന പ്രവണത, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കുട്ടികളിൽ ആദ്യ കാലങ്ങളിൽ വികാസം സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം മൊത്തത്തിലുള്ള പേശികളിലാണ് വികാസം സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പേശികളിലാണ് ആദ്യം വികാസം സംഭവിക്കുന്നത്. പിന്നീട് അത് പ്രത്യേകമായതിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ കുട്ടി സന്തോഷം വരുന്ന സമയത്ത് ശരീരം ഒട്ടാകെ ചലിപ്പിക്കുന്നു അല്ലേ. ഇത് സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്നൊരു പ്രവണതയാണ്. ആദ്യം ശരീരം ഒട്ടാകെ ചലിപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് കുട്ടി ചിരിയിൽ ഒതുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശാരീരികപരമായിട്ടുള്ള ചാലകപരമായിട്ടുള്ള വികാസവും സംഭവിക്കുന്നത് എങ്ങനെയാണ്? സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമത്തിലൂടെയാണ്. അഥവാ ആദ്യം മൊത്തത്തിലുള്ള ശാരീരിക പേശികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നത്. പിന്നീട് വളരും തോറും ഇത് കൂടുതൽ സൂക്ഷ്മമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് എന്ന ക്രമം അല്ലേ, അഥവാ സെഫലോകോഡൽ സീക്വൻസ് എന്ന് പറയും. അപ്പോൾ ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ പേശികളുടെ നിയന്ത്രണവും ഒത്തിണക്കവും ആദ്യം വികസിക്കുന്നത് എവിടെയാണ്? ആദ്യം വികസിക്കുന്നത് ശിരോഭാഗത്താണ്, അഥവാ തലഭാഗത്താണ്. പിന്നീട് ഉടൽ, പിന്നീട് കാലുകൾ എന്ന ക്രമം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം വികാസം സംഭവിക്കുന്നത് ശാരീരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ചാലകപരമായിട്ടുള്ള കഴിവുകൾ വികസിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം തലയുടെ പേശികളാണ്, തലഭാഗത്താണ്, തലയുടെ പേശികളിലാണ് വികാസം സംഭവിക്കുന്നത് അല്ലേ. പിന്നീട് കുട്ടികളുടെ തലയാണ് ഏറ്റവും കൂടുതൽ വലിപ്പം ഉണ്ടാവുക അല്ലേ. കുട്ടികൾ ആദ്യം വളരുന്നത് തലഭാഗമാണ്, പിന്നീടാണ് മറ്റു ഭാഗങ്ങളിൽ വളർച്ചയും വികാസവും സംഭവിക്കുന്നത് എന്നാണ് ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് എന്ന് പറഞ്ഞത്. അഥവാ സെഫലോകോഡൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സെഫലോകോഡൽ എന്ന് തന്നെ ചോദിക്കും. അപ്പോൾ സെഫലോകോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തലഭാഗം ആദ്യം വികസിക്കുന്നു, പിന്നീട് ഉടൽ ഭാഗം, പിന്നീട് കാൽഭാഗം എന്ന ക്രമം. ആ ക്രമത്തിനെയാണ് നമ്മൾ സെഫലോകോഡൽ എന്ന് പറയുന്നത്. തേർഡ് വൺ, അക്ഷത്തിൽ നിന്ന് പാർശ്വത്തിലേക്ക് എന്ന ക്രമം. അക്ഷത്തിൽ നിന്ന് പാർശ്വത്തിലേക്ക് അഥവാ പ്രോക്സിമോ ഡിസ്റ്റൽ. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആദ്യം അക്ഷം അഥവാ
മധ്യഭാഗം നടുവിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് എന്ന ക്രമത്തിലാണ് വികാസം സംഭവിക്കുക. അഥവാ ആദ്യം വികസിക്കുന്നത് നമ്മുടെ നടുവിലുള്ള പേശികളായിരിക്കും, പിന്നീട് കയ്യിലെ പേശികൾ, പിന്നീട് വിരലുകൾ എന്ന ക്രമം. അതിനെയാണ് നമ്മൾ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ സെഫലോകോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം തല, പിന്നെ ഉടൽ, പിന്നെ കാൽഭാഗം. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാലോ ആദ്യം നടുഭാഗം അല്ലേ, നമ്മുടെ ഉടലിൻ്റെ മധ്യഭാഗത്ത് വികസിക്കുന്നു, പിന്നീട് വികാസം ക്രമേണ നമ്മുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അല്ലേ, സൈഡ് ഭാഗങ്ങളിലേക്ക് പോകുന്നു, അഥവാ കൈ, വിരലുകൾ എന്ന ക്രമം. അതിനെയാണ് നമ്മൾ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഏതൊക്കെയാണ് ചാലക വികാസ തത്വങ്ങൾ? സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, അഥവാ ആദ്യം മൊത്തത്തിലുള്ള ശാരീരിക ചലനങ്ങളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് അല്ലേ, പിന്നീട് ക്രമേണ അത് സൂക്ഷ്മമായ ചലനങ്ങളിലേക്ക് നീങ്ങുന്നു. ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക്, അക്ഷത്തിൽ നിന്ന് പാർശ്വത്തിലേക്ക്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ചാലക വികാസ തത്വങ്ങൾ. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ.